എല്ലാരും എന്റെ അമ്മേനെ സഹായിക്കണം. എനിക്ക് ആരും എന്റെ അമ്മയുള്ളൊക്കെ എല്ലാരും സഹായിക്കണം കേട്ടോ. അമ്മനെ കണ്ട് കൊതി പോലെ തീർന്നിട്ടില്ല. ഇനി എന്റെ അമ്മയ്ക്ക് മേത്ത് കുത്താൻ സൂചി കുത്തോരിടം പോലും ഇല്ല. അത്രയ്ക്ക് വേന തേച്ചിട്ട് എന്റെ അമ്മ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എന്റെ മാറ്റി വെക്കണം. അമ്മടെ എല്ലാരും സഹായിക്കണം കേട്ടോ. എല്ലാരും ദൈവത്തോർത്ത് സഹായിക്കണം കേട്ടോ. എന്റെ അമ്മേനെ എല്ലാരും സഹായിക്കണം. ഞങ്ങൾക്കൊരു ഏട്ടൻ പോലും ഇല്ല. എല്ലാരും സഹായിക്കണം. ഞങ്ങളെ ഒരു അനിയത്തിനെ പോലെ കണ്ടുകൊണ്ട് നിങ്ങളെല്ലാരും സഹായിക്കണം. എന്റെ അമ്മയുടെ ജീവന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. എനിക്ക് എന്റെ ഭാര്യ അല്ലാതെ മക്കളും അല്ലാണ്ട് വേറെ ആരുമില്ല. അവരെ പണിയെടുത്ത് നോക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും സഹായിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണമെന്ന് വിചാരിച്ചവനല്ല. എന്റെ നിവർത്തികേട് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈ നീട്ടുന്നത്. എല്ലാവരും എന്നെ സഹായിക്കണം. നിങ്ങളോടല്ലാണ്ട് എനിക്ക് വേറെ ആരോടും പറയാനില്ല. എന്റെ മക്കളെ ഓർത്തിട്ട് എന്നെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ പാവപ്പെട്ട സഹോദരിയുടെ ജീവന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഈ കുടുംബത്തിന്റെ ഒരു വീടിന്റെ അവസ്ഥയാണ്. നിങ്ങൾ നോക്കണം, ശരിക്ക് നമുക്കൊന്ന് നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കാത്തത് കൊണ്ട്, എന്റെ മുകളിൽ നിൽക്കുന്നത് ഈ ഫാനാണ്. നോക്കി, എനിക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ രണ്ട് മക്കൾക്ക് നമ്മുടെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ യാചിക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടില്ല എന്ന് സഹിക്കാൻ പ്രിയപ്പെട്ടത്. സഹായിക്കാൻ നമ്മളല്ലാതെ ഈ കുടുംബത്തിന് വേറെ ആരുമില്ല. അദ്ദേഹം ബസ് തൊഴിലാളിയായിരുന്നു. ഇപ്പോ ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞത്. കാരണം ഈ രണ്ട് മക്കളെയും നോക്കണം. ഈ സഹോദരി ആഴ്ചയിൽ 3 ഡയാലിസിസ് അപ്പൊ ചെയ്തു വരുന്നത്. ഈ 3 ഡയാലിസിസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അടിയന്തരമായിട്ട് കിഡ്നി മാറ്റി വെക്കേണ്ട അസുഖമാണ്. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കിഡ്നി മാറ്റി വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അത് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ കുടുംബത്തിന് മറ്റാരുമില്ല. ഈ 2 മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളുടെ അമ്മയെ നിങ്ങൾ തിരിച്ചു തരണം, എങ്ങനെയെങ്കിലും സഹായിക്കണം. നമുക്ക് ഈ മക്കളെ മുഖം കാണുമ്പോൾ നമ്മുടെ മക്കളെ മുഖം ഓർമ്മ വരിക. കാരണം അമ്മയെ കണ്ട് കൊതി പോലും തീർന്നിട്ടില്ല. പണമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കണ്ടില്ല എന്ന് നടിക്കുക. ഈ ചേച്ചിന്റെ അടുത്ത് പറയും, എനിക്കൊരു ആൺകുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ഒന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരില്ല. കാരണം ഞാൻ എൻ്റെ മക്കളെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നാണ് ഈ ചേച്ചി പറയുന്നത്. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം, ആഴ്ചയിൽ 3 ഡയാലിസിസ്. ഈ നാട് എന്നൊക്കെ പറഞ്ഞാല് അന്നത്തെ നിത്യ ചെലവ് കൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ് ഈ നാട്. എന്നിട്ടും ഈ നാട് ഒരിക്കലും നമ്മുടെ മുമ്പിൽ വന്ന് കൈ നീട്ടണമെന്ന് ആഗ്രഹിച്ചല്ല. ഇത്രയും കാലം ഈ സഹോദരിയുടെ ചികിത്സക്ക് വേണ്ടി റോട്ടിൽ പിരിവ് നടത്തിയും നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടൊക്കെ ഈ നാട് മുഴുവനും ഇതിനു വേണ്ടി സഹായിച്ചു. പക്ഷെ ഇനി അവരെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത്. പ്രിയപ്പെട്ടവർ, പറയുമ്പോൾ പോലും എനിക്ക് വാക്കിൽ വലിയൊരു സങ്കടം വരെ. കാരണം ഈ മക്കളുടെ മുമ്പിൽ ഇരുന്ന് എന്താണ് അമ്മയുടെ ജീവന് വേണ്ടി നിങ്ങളോട് പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ പ്രിയപ്പെട്ടവർ. ഞാൻ അശോകൻ, പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ 8 മെമ്പർ കൂടിയാണ്. എൻ്റെ ഈ പ്രദേശത്തെ വളരെ ശോചനീയാവസ്ഥയിലുള്ള ഒരു കുടുംബം ഇന്ന് കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് തയ്യാറായി നിൽക്കുക. സാമ്പത്തികമായി വളരെ അധികം എന്ന് പറഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടിൽ അനുഭവപ്പെടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവരെ പരമാവധി സഹായിക്കാൻ നാട്ടിലെ എല്ലാ ജനങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. എന്റെ പേര് സന്തോഷ് എന്നാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ മെമ്പറാണ്. എന്റെ വാർഡിൽ 9ാം വാർഡില് തെക്കുറിപ്പറമ്പിൽ ഉണ്ണീഷിന്റെ ഭാര്യ ജയന്തി എന്നവരുടെ 2 കിഡ്നി കംപ്ലൈന്റ് ആണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ സഹായിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇവര് ഏകദേശം 2.5 വർഷത്തോളമായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നാട്ടുകാരും അതേപോലെ സഹപ്രവർത്തകരും അതേപോലെ തന്നെ രാഷ്ട്രീയ മറന്നുകൊണ്ട് എല്ലാ ജനങ്ങളും കൂടിയിട്ടാണ് ഇതുവരെ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിദ്ദീഖ്. ഞങ്ങൾ 9ാം വാർഡിലുള്ള അംഗങ്ങളാണ്.
എൻ്റെ അയൽവാസിയായ ഉണ്ണീഷിൻ്റെ ഭാര്യ ജയന്തിക്ക് 2 കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ കൊണ്ട് അതിന് കഴിവില്ല. ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ആ കുട്ടീനെ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കൂടിയിട്ടുള്ളത്. കേൾക്കണവര് സഹായിക്കുക. ഞാൻ വിനയൻ, വാടാനാംകുറിശി സ്വദേശിയാണ്. ഇപ്പൊ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. വാടാനാംകുറിശിയിലെ തെക്കുമുറിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ജയന്തിയുടെ 2 കിഡ്നികളും തകരാറിലായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ വേണ്ടി പോവുകയാണ്. എന്റെ പുറകിൽ കാണുന്ന ഈ ചെറിയ വീട്ടിലാണ് 2 കുട്ടികളുള്ള ആ കുടുംബം താമസിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് താങ്ങാൻ കഴിയുന്നതല്ല. അവരുടെ ചികിത്സയും ജീവൻ രക്ഷിക്കാനും ആവശ്യമായ പ്രവർത്തനത്തിൽ കഴിയാവുന്ന സഹായങ്ങൾ ഓരോരുത്തരും നൽകി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീടിൻ്റെ തൊട്ട അടുത്തുള്ള ഒരു കുടുംബമാണ് ജയന്തി ഉണ്ണികൃഷ്ണൻ. ഈ ജയന്തിക്ക് 2 കിഡ്നിയും തകരാറിലായിട്ട് 2 വർഷത്തിൽ മേലെയായി ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് അത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ മാത്രമേ അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്നുള്ളതാണ് വിദഗ്ധമായ ഡോക്ടർമാരുടെ അഭിപ്രായം. അതിനോട് ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ജനകീയ കമ്മിറ്റി നാട്ടിൽ എല്ലാ ആളുകളിൽ കണ്ടിട്ട് കുറേയൊക്കെ പിരിവ് ഞങ്ങൾ നടത്തിയെങ്കിൽ പോലും അത് ഇവരുടെ ദൈനംദിനമായ ചെലവിന് മാത്രമാണ് അത് ഉപകരിച്ചു വിട്ടുള്ളൂ. എന്നുവെച്ചാൽ നിലവിൽ ഉള്ള ചികിത്സ തുടരാൻ മാത്രമാണ് അവർക്കത് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ള വലിയൊരു പ്രോസസ്സ് അതൊരു ചെറിയൊരു പൈസ കൊണ്ട് ആവണതല്ല. ഇവരൊറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്നതല്ല. ഞങ്ങൾ ഈ കമ്മിറ്റി മാത്രം വിചാരിച്ചുകൊണ്ട് ഈ പൈസ സ്വരൂപിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും പരമാവധി സഹായിച്ചുകൊണ്ട് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കാം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. എനിക്കറിയാം ഈ ജയന്തിയുടെ കുടുംബത്തിനെ പറ്റിയിട്ട്. 2 പെൺകുട്ടികളാണ്. കിഡ്നി 2 മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തി. 2.5 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ട് വരുന്നു. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിനെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും. പ്രിയപ്പെട്ടവരെ, വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഇവിടെ. പലരും സൂചിപ്പിച്ചു. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരെ അറിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് വിജയൻ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പൈസകൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ചെലവാക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ജീവൻ രക്ഷിക്കാനാണ് എന്ന ഒരു ബോധത്തോടു കൂടി ഇവരെ പരമാവധി കഴിയാവുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് അസീസ്, ജയന്തിയുടെ അയൽവാസിയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ജയന്തിനെ സഹായിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.